definitely Amma because she's always there for me. And a friend, a childhood friend. She has gone through a lot, but she's still that brave, strong woman. ഒരു വുമൻ അല്ല, എന്റെ ലൈഫിൽ എനിക്കൊരു 4 women ഞാൻ പറയേണ്ടി വരും. ഫസ്റ്റ് എന്റെ മദർ, പിന്നെ എന്റെ 2 grandmothers ഉണ്ട്, ആൻഡ് ലാസ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവര് ഒരു 4 പേരാണ് എനിക്ക് എപ്പോഴും എന്റെ ലൈഫിൽ എപ്പോഴും ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു വുമൻഹുഡ് എന്ന് പറയുമ്പോൾ അവരാണ്. എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്റെ മമ്മി തന്നെയാണ്. അപ്പോൾ ഓർമ്മ കാലം മുതൽ ഞാൻ കണ്ടിരിക്കുന്ന വർക്കിംഗ് ആയിട്ടുള്ള ഒരു മോമാണ്. അപ്പം ആ ഒരു പ്രൊഫഷണൽ റോളും അതുപോലെ ഒരു മദറിന്റെ റോളും വൈഫിന്റെ റോളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ആളാണ് എന്റെ മമ്മി. ഉമ്മ തന്നെയാണ്. കാരണം ഞാൻ കുറച്ച് ലേറ്റർ ആണ് അത് റിയലൈസ് ചെയ്തത്, ഹൗ ഷീ ഹാവ് ഇൻസ്പയർഡ് മീ. ഇപ്പോഴാണ് ഉമ്മ ഹാൻഡിൽ സോ മെനി തിങ്സ് ലൈക്ക് ഓക്കെ ഇത്ര ഹാൻഡിൽ ചെയ്തല്ലോ, ഷീ ഈസ് എ വെരി ഇൻസ്പയറിംഗ് പേഴ്സൺ എന്ന് തോന്നിയത്. എന്നെ പേഴ്സണലി ഇൻസ്പയർ ചെയ്തൊരു പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. പക്ഷേ ഇപ്പം വുമൻസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ റോൾസ് വരുന്നൊരു ആളാണല്ലോ. അപ്പോൾ ആ ഒരു റോളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് വുമൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ ഉമ്മച്ചി തന്നെയാണ്. ബിക്കോസ് ഉമ്മച്ചി ഓരോ കാര്യങ്ങൾ, ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണ കണ്ടിട്ടാണെങ്കിൽ ഞങ്ങളെപ്പോഴും അടിയൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും എൻ്റെ മോസ്റ്റ് ഇൻസ്പയറിംഗ് പേഴ്സൺ എൻ്റെ ഉമ്മച്ചി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡോക്ടർ ഫാത്തിമ അസ്ലയാണ്. ആൾക്ക് ഒരു ബോൺ ഡിസോർഡർ ഉണ്ടായിട്ട് പോലും ആൾ ആ ഒരു പെയിനിൽ നിന്നും ഒരു ഹോമിയോപ്പതിക് ക്ലിനിക് ഒക്കെ ഇട്ടു. അതുപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ഔട്ട് ചെയ്യാണ്ട് ആൾ ലൈഫിലൊരു അറ്റ് പൊസിഷനിൽ എത്തി. പിന്നെ ഒരു ഓതറും കൂടിയാണ് ആള്. സോ എനിക്ക് ആള് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് 2 സ്ത്രീകളാണ്. ഒന്ന് എൻ്റെ അമ്മ, പിന്നെ ഒന്ന് എൻ്റെ മദർ ഇൻ ലോ. അമ്മ എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒന്നായിരിക്കും. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ജോയിന്റ് ഫാമിലിയിൽ ഞങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പേരന്റിങ് തന്നാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ മദർ ഇൻ ലോ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഫാദർ ഒരു 5th സ്റ്റാൻഡേർഡിൽ മരണപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്നൊരു ലേഡിയാണ്. ഷീസ് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വുമൺ ഐ ഹവ് എവർ മെറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വുമനും എന്നെ ഓരോ വിധത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഓരോ വിധത്തിൽ അവർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ ഉമ്മ തന്നെ.